നമസ്കാരം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇത്രയ്ക്ക് വിവാദമാക്കേണ്ടതുണ്ടോ? ഇതിനു മുൻപും പല മന്ത്രിമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ യാത്രയ്ക്കുള്ളത്? എന്തായാലും ഇത് സംബന്ധിച്ച വിവാദങ്ങളിൽ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനാണ് പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയതെന്നും അതിനാൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിക്കുന്നു. 6 ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചു. ആ ദിവസമാണ് ഞായറാഴ്ച. അതുപോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നാണോ പറയുന്നത്? വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത്. മറ്റുള്ളവരുടെ പ്രസ്താവനകൾ കേട്ടാൽ അദ്ദേഹം ബഹിരാകാശത്തേക്കാണ് പോയതെന്ന് തോന്നും. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം 30 ദിവസത്തോളം ഒരു ദിവസം വെച്ച് 4 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു. ആ വിധത്തിൽ താങ്ങാനാവാത്ത വിധം സ്ട്രെയിൻ എടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇവിടെ പല മന്ത്രിമാരും പല നേതാക്കളും വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതിലില്ലാത്ത എന്ത് വിവാദമാണ് ഇതിലുള്ളത്? സ്വകാര്യ യാത്രകൾക്ക് എവിടെന്നാണ് പണം എന്നാണ് സുധാകരൻ്റെ ചോദ്യം. വിദേശയാത്രയ്ക്ക് പോകാൻ ഇപ്പോൾ വലിയ ചിലവൊന്നുമില്ല. 1.25 ലക്ഷം രൂപ ശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് അതിനെന്താണ് ബുദ്ധിമുട്ടെന്നും അദ്ദേഹം വിമർശിച്ചു. സുധാകരൻ ഉപയോഗിച്ച വാക്കിനൊന്നും മറുപടി ഇതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് സ്വകാര്യ സന്ദർശനമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സിലും ലോക്സഭാ ഇലക്ഷനിലുമെല്ലാം മുഖ്യമന്ത്രി നേരിട്ടെത്തി ജനങ്ങളെ കണ്ടു. മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും പറയുന്നില്ല. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിന് പകരം സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ ഇനി? മെയ് 6 ആരംഭിച്ച് 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക. യാത്ര കഴിഞ്ഞ് 21 കേരളത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യും. സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ അനൗദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ അത്തരം അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല.